അവർക്ക് കൊടുക്കും. നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവര് പറയുന്ന കേൾക്കാം. പ്ലീസ്. എല്ലാവർക്കും എവറസ്റ്റ് ടിവിയുടെ ഡോക്ടർ ലൈവ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്തുഗോളത്തിൽ നേടുന്ന ആത്മീയ തകർച്ചയ്ക്കും മാനസിക പിരിമുറുക്കത്തിനും ഒരു പരിഹാരം കൊണ്ടുവരാനായി വന്നിരിക്കുന്ന പ്രോഗ്രാമാണ് ഡോക്ടർ ലൈവ് എന്ന ഈ പ്രോഗ്രാം. ഇന്ന് നമ്മുടെ കൂടെ നിങ്ങളുടെ ആത്മീയ സംശയങ്ങൾക്ക് ഉത്തരം നൽകുവാനായി വന്നിരിക്കുന്നത് ഗിലിയാദ് ഹോസ്പിറ്റലിലെ ഡയറക്ടറും പ്രശസ്ത ഫാമിലി കൗൺസിലറും ആയ ഡോക്ടർ മത്തായി വാഴക്കൽ. ഡോക്ടർ നമസ്കാരം. നിങ്ങളുടെ ആത്മ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായി വിളിക്കേണ്ട നമ്പർ 05031599622. ഡോക്ടർ, താങ്കളുടെ മഹത്തായ സേവനങ്ങളെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് 2 വാക്ക് ഞങ്ങളെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കാമോ? തീർച്ചയായും. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിച്ചു വരികയാണ്. ആത്മീയഗോളത്തിൽ ഈയിടെ വർദ്ധിച്ചു വരുന്ന രോഗങ്ങളുടെ കടന്നുകയറ്റമാണ് ബന്ധക്കോസ് വിഭാഗത്തിൽ കൗൺസിലിംഗ് തെരഞ്ഞെടുക്കാൻ കാരണമായത്. ശരി ഡോക്ടർ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, അതാരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ ഉണ്ടിട്ടില്ല, ആരാണ് വിളിക്കുന്നത്? ഡോക്ടർ ഉണ്ടോ എന്നറിയാനാണോ മറിയാമ്മ കുമ്മരാട്ടി എന്ന് വിളിച്ചത്? ശരി, ഡോക്ടറുമായി സംസാരിച്ചോളൂ. എനിക്കൊരു പ്രശ്നമുണ്ട്. സാക്ഷ്യം പറയാൻ തുടങ്ങിയാൽ നിർത്താൻ കഴിയില്ല. കുമ്മനാട്ടെന്ന് വിളിച്ച മറിയാമേ, ഇതൊരു ചെറിയ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. പേടിക്കാനൊന്നുമില്ല, ചികിത്സിച്ച് ഭേദമാക്കാം എന്നതേ ഉള്ളൂ. ഇത് ആത്മീയഗോളത്തിൽ സാധാരണയായി കണ്ടുവരുന്നതാണ്. ഇതിനുള്ള മരുന്നുകൾ ഞാൻ പറയാൻ എഴുതിക്കൊള്ളൂ. ഗിലിയാദ് ഫാർമസിയിൽ നിന്നും വിവേകം എന്ന സിറപ്പ് കിട്ടും. അത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥനയ്ക്ക് മുൻപ് ഓരോ സ്പൂൺ കഴിക്കുക. പിന്നെ സാക്ഷ്യയോഗത്തിന് പോകുന്നതിന് മുമ്പേ അച്ചടക്കം എന്ന ഗുളിക കിട്ടും, അതും കഴിക്കുക. എന്നിട്ടും ഈ അസുഖം മാറിയില്ലെങ്കിൽ സാക്ഷ്യം പാസ്റ്റർക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. പാസ്റ്റർ അതിന് ആവശ്യമുള്ളത് സഭയെ പറഞ്ഞു. ഈ രോഗം സർവ്വസാധാരണമാണോ? പണ്ട് ഇത് സർവ്വസാധാരണമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഇത് സർവ്വസാധാരണ. അല്ല ഡോക്ടർ, സഭയിൽ സാക്ഷ്യം പറയുന്നതിനേക്കാളും സാക്ഷ്യമുള്ളവരായി ജീവിച്ചാൽ പോരെ? ഇപ്പോ കണ്ടുവരുന്നത് പുറത്ത് സാക്ഷ്യം ഇല്ലെങ്കിൽ സഭയിൽ വരുമ്പോ സാക്ഷ്യത്തിന് ഒരു കുറവുമില്ല. ശരി ഡോക്ടർ. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, അതാരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ആറ്റിങ്ങലിൽ നിന്നും മോൻസിയാണ് വിളിക്കുന്നത്. എന്താണ് മോൻസി? പറയൂ മോൻസി, എന്താണ് മോൻസിയുടെ പ്രശ്നം? മോൻസി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അതല്ല മോൻസി, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? എഞ്ചിനീയറിംഗ് ആയിട്ട് ഫാനിന്റെ പണിയോ? അത് ശരി, ചോദിച്ചോളൂ. എപ്പോഴൊക്കെയാണ് ദഹനക്കേട് തോന്നാറുള്ളത്? അത് ശരി. ഒരു കാര്യം മോൻസി മനസ്സിലാക്കണം. വചനം എന്നത് 20 തരയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. വചനത്തിൽ പല മർമ്മങ്ങളും ഉണ്ട്. വചനങ്ങൾ ഉള്ള ആശയങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മോൻസിയുടെ പ്രശ്നം. ഇത് പേടിക്കണേ, നമുക്ക് മാറ്റിയെടുക്കാം. കോൺസെൻട്രേഷൻ ഇല്ലാത്തതാണ് പ്രശ്നം. ഇനിയും പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ വചനം എന്ന മായമില്ലാത്ത ഓരോ ഗ്ലാസ് വീതം കുടിക്കണം. ഇത് മാറിക്കോളും. ഓക്കെ മോൻസി? മനസ്സിലായല്ലോ മോൻസി? വിളിച്ചതിന് താങ്ക്സ്. വീണ്ടും വിളിക്കുക. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, അതാരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പറയൂ, എന്താണ് മേഴ്സിയുടെ പ്രശ്നം? മേഴ്സിക്ക് എത്ര വയസ്സുണ്ട്? ഈ പ്രായത്തിന് ഇത് വരുവാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ മേഴ്സി. എത്രയും പെട്ടെന്ന് കൃപയുള്ള ഒരു ദേവദാസിനെ കണ്ട് പ്രാർത്ഥിക്കണം. ഇത് ഈ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ വരാറുള്ളൂ? അറിഞ്ഞോണ്ടാണ്
ഇതിന്റെ പ്രധാന കാര്യം നിരുത്സാഹമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ഉത്സാഹത്തോടെ വേണം പോകാൻ. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട് എന്നാണ് ദൈവവചനം. ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്നുള്ള ഭയം വേണം. ഇത് കൂടാതെ ഞാനൊരു വ്യായാമം പറഞ്ഞുതരാം. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ ആമീൻ പറയുക. ഈ അസുഖം മാറിക്കിട്ടും, ഉറക്കം മാറിക്കിട്ടും. പിന്നെ അത് കൂടാതെ ആരെങ്കിലും കൂടി ഇരുന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കും പ്രയോജനമാകട്ടെ. മനസ്സിലായല്ലോ മേഴ്സി. അടുത്ത പ്രാവശ്യം ചർച്ചിൽ പോകുമ്പോ ട്രൈ ചെയ്യുക. ഈ അസുഖം മാറിക്കോളും, എനിക്കും ഉണ്ടായിരുന്നു. ഡോക്ടർ, നമുക്ക് വേറൊരു കോളുണ്ട്, അതാരെന്ന് നോക്കാം. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, വാഴയ്ക്കുണ്ടോ? വാഴയ്ക്കല്ല സുഹൃത്തെ, ഡോക്ടർ മത്തായി വാഴയ്ക്ക്. അതൊക്കെ പോട്ടെ. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് റൂത്ത് എന്നാണ്. ശരി റൂത്ത്, ഡോക്ടറുമായി സംസാരിച്ചോളൂ. ഡോക്ടർ റൂത്ത്, എന്താണ് റൂത്തിന്റെ പ്രശ്നം? അതെ ഡോക്ടറെ, എനിക്ക് വൈകിട്ടത്തെ മീറ്റിംഗിന് പോകാൻ കഴിയുന്നില്ല. പോകുവാണെങ്കിലും സമയത്ത് എത്താൻ കഴിയുന്നില്ല. പോകാൻ ഇറങ്ങുമ്പോഴേക്കും എനിക്ക് സീരിയലിൽ കാര്യം ഓർമ്മ വരുന്നത്. കുറച്ച് കണ്ടിട്ട് പോകാമെന്ന് വിചാരിക്കും. തുടങ്ങി കഴിഞ്ഞാൽ അടുത്തത് എന്താകും എന്നുള്ള ആകാംക്ഷ കാരണം അവർ തന്നെ ഇരിക്കുന്നത്. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ കണ്ണിറുച്ച എന്നാണ് പറയുക. ഇതിനാദ്യം ചെയ്യേണ്ടത് വീട്ടിൽ നിന്നും TV ഒഴിവാക്കുക. ഹലോ, കേൾക്കുന്നില്ല? വീട്ടിൽ നിന്നും TV ഒഴിവാക്കുക. ആ ലൈൻ കട്ടായെന്നാ തോന്നുന്നത്. ലൈനിന്റെ പ്രശ്നം വല്ലായിരിക്കും. ഇത് ലൈനിന്റെ പ്രശ്നമൊന്നുമല്ല, വീട്ടിൽ നിന്ന് TV ഒഴിവാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതൊക്കെ പോട്ടെ. റൂത്ത്, വിളിച്ചതിന് താങ്ക്സ്. വീണ്ടും വിളിക്കുക. ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ തീർന്നിരിക്കുകയാണ്. വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് വന്നതിനും ഞങ്ങളുടെ പ്രേക്ഷകരുടെ ആത്മീയ സംശയങ്ങൾ തീർത്തതിന് നന്ദി. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നാം വീണ്ടും കാണുന്നതിനും വരെ ഗുഡ് ബൈ ആൻഡ് മേ ഗോഡ് ബ്ലെസ് യു.